ഈ ഒരുങ്ങിക്കെട്ടി എങ്ങടാന്നല്ലേ? ഇന്നാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇടവക സംഗമം. ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയപ്പോൾ വളരെ ലേറ്റ് ആയതുകൊണ്ട് പകുതി വഴിയിൽ നിന്നാണ് ജോയിൻ ചെയ്തത് കേട്ടോ. ദാ ഈ പോകുന്നതാണ് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ടാബ്ലോ. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് യൂണിറ്റിലുള്ള നമ്മുടെ സുന്ദരി മണിയിലതേ നടന്നു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എട്ടയിൽ നമ്മളും അങ്ങ് കയറി. ഒരു കുടയും ഒരു ബലൂണും ഞങ്ങൾക്കും കിട്ടി. ഞങ്ങളിതാ പതുക്കെ നടക്കുന്നുണ്ട്. ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമാണ് കേട്ടോ. ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത്. അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. പക്ഷേ നമ്മൾ പകുതിയിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. എന്നാലും നമ്മളാരെ അറിയിച്ചിട്ടൊന്നുമില്ല. ദാ എനിക്കൊരു കുടയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ പള്ളിയിലെത്തി. പള്ളിക്ക് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഹൈഡ്രജൻ ബലൂണൊക്കെ നമ്മളൊന്ന് പറത്തി വിട്ടു കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു. എപ്പോഴും എനിക്ക് ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ ഇങ്ങനെ മേലേക്ക് വിട്ടിട്ട് നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം നമ്മുടെ ഒഫീഷ്യൽ ഫങ്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കുടുംബ യൂണിറ്റുകളുടെ ഓരോ പരിപാടികളുണ്ടായിരുന്നു. ഒന്നിനൊന്ന് മെച്ചം. നമ്മുടെ കുട്ടികളൊക്കെ നല്ല എനർജറ്റിക്കാണ്. ഡാൻസ് പെർഫോമൻസ് കണ്ടില്ലേ? എല്ലാവരും ശരിക്കും ഞെട്ടിച്ചു. പക്ഷേ എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു ഐറ്റം ഇതാണ്. വനിതാ സമാജത്തിലെ ചേച്ചികളുടെ ഒരു സ്കിറ്റ്. പിന്നെ പേഴ്സണലി ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് ഈ ഡാൻസ് പെർഫോമൻസ് ആണ് കേട്ടോ. സാന്തയും കുട്ടികളും നമ്മളങ്ങനെ ശരിക്കും ത്രില്ലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൺഡേ സ്കൂളിലെ കുട്ടികളുടെ ഒരു സ്കിറ്റ്. ഈ സ്കിറ്റിൻ്റെ തീം നമ്മളെ കുറേയും ചിന്തിപ്പിച്ചൊരു തീമാണ് കേട്ടോ. നമ്മുടെ ജീസസ് ക്രൈസ്റ്റും ഡെവിലും മോഡേൺ വേൾഡിലായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ എന്നുള്ളൊരു തീമായിരുന്നു. കുട്ടികൾ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ചുമന്ന് കൊമ്പ് വെച്ചിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ അടിപൊളി ഒരു ഫൈറ്റ്. ഈ ഫൈറ്റും ശരിക്കും ചിരിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അടുത്ത മൊമെൻറ്റിൽ എന്താ നടക്കുക, എന്ത് ചെയ്യുന്നുള്ള ക്യൂരിയോസിറ്റി. ട്രോളി ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും വരെ നമ്മൾ ട്രോളിയിട്ടുണ്ട്. എന്തിനും ഏതിനെയും ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമുക്ക് അടിപൊളി ഒരു ട്രോളായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മളിതെല്ലാം നോക്കി നിന്ന് അവസാനം ഇതിൻ്റെ എന്താണ് ഫൈനലെന്നൊക്കെ കണ്ട് ചിരിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ, പിന്നെയും നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ കുട്ടികൾ. അവസാനം മോഡേൺ വേൾഡിൽ ജീസസ് ക്രൈസ്റ്റ് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് വരെ അവർ കാണിച്ചു തന്നു. ഇതിൻ്റെ അവസാനം ഞാനത് മിസ്സ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതാ നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്.